ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന അനുഗ്രഹീതരായ ദൈവദാസന്മാർ, മാതാപിതാക്കൾ, സഹോദരീ സഹോദരങ്ങൾ, നിങ്ങൾക്കെല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. ദൈവസന്നിധിയിൽ ഒരുമിച്ച് ചേർന്ന് വരുവാനും തിരുവചനം ധ്യാനിക്കുവാനും തക്കവണ്ണം ഒരിക്കൽ കൂടെ ദൈവം നമുക്ക് നൽകി തന്നതായ ഈ അനുഗ്രഹിക്കപ്പെട്ട അവസരത്തെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ മുമ്പാകെ നിൽക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം മുതൽ ഇപ്പോൾ പഴയ നിയമത്തിലെ പുസ്തകങ്ങൾ ചരിത്ര സംഭവങ്ങളോടുള്ളതായ ബന്ധത്തിൽ നാം ഒന്ന് ഓടിച്ച് ചിന്തിച്ച് മുന്നോട്ട് പോവുകയാണ്. ആവർത്തന പുസ്തകം കഴിഞ്ഞ് നാം മുന്നോട്ട് പോയി ഇസ്രായേൽ ജനം അശൂരിലേക്ക് അടിമകളായി പോകുന്ന ആ സംഭവത്തിൽ നിന്നുകൊണ്ട് ഒന്ന് പിറകോട്ട് തിരിഞ്ഞു നോക്കി ഈ ദൈവജനം അശൂരിലേക്ക് അടിമകളായി പോകുവാൻ എന്തെല്ലാമാണ് കാരണങ്ങൾ എന്നുള്ളതായ വിഷയത്തിലൂടെ നാം കടന്നുപോയ പുസ്തകങ്ങളിലേക്ക്, ചരിത്ര സംഭവങ്ങളിലേക്ക് ഒന്ന് എത്തി നോക്കി ചിന്തിച്ച് പോരുകയാണ്. യോശുവയുടെ നേതൃത്വത്തിൽ അവർ കനാൻ നാട് അവകാശമാക്കി. 12 ഗോത്രങ്ങൾക്കായി ദേശം വിഭജിച്ചു. അവിടെ പാർത്തു. ന്യായാധിപന്മാർ എഴുന്നേറ്റ് ന്യായപാലനം നടത്തിയ ഒരു കാലം ന്യായാധിപന്മാരുടെ കാലം. യോശുവ മുതൽ ശമൂവേൽ വരെ ഏതാണ്ട് 15ഓളം ന്യായാധിപന്മാർ അവരെ ഭരിച്ചു. ശമൂവേലിൻ്റെ കാലമായപ്പോൾ തങ്ങൾക്കൊരു രാജാവിനെ വേണം എന്ന് അവർ ആവശ്യപ്പെട്ടു. ഒന്നാമത്തെ രാജാവായി ശൗലിനെ അഭിഷേകം ചെയ്തു. വീണ്ടും ദാവീദ് രാജാവായി. ദാവീദിൻ്റെ മകൻ ശലോമോൻ രാജാവായി. ശലോമോന്റെ ശേഷം യെരോബയാമും രഹബയാമും രംഗത്ത് വരുന്നു. ഐക്യരാജ്യം വിഭജിത രാജ്യമായി മാറുന്നു. വടക്കേ രാജ്യമെന്നും തെക്കേ രാജ്യമെന്നും, വടക്കേ രാജ്യമായി ഇസ്രായേൽ, തെക്കേ രാജ്യമായി യഹൂദ, ഇങ്ങനെ രണ്ടായിട്ട് വിഭജിക്കപ്പെടുന്നു. 2 രാജ്യങ്ങളിലും പല രാജാക്കന്മാരും മാറി മാറി ഭരണത്തിൽ വരുന്നു. ആ കാലയളവിലെല്ലാം പ്രവാചകന്മാർ എഴുന്നേറ്റ് ദൈവത്തിൻ്റെ ആലോചനകൾ കൊടുക്കുന്നുണ്ട്. എന്നാൽ മിക്കവാറും രാജാക്കന്മാരുടെ ഭരണം ദൈവത്തിന് പ്രസാദകരമായിരുന്നില്ല. അങ്ങനെ ചില വർഷങ്ങൾ മുന്നോട്ട് പോയി. അശൂർ രാജാക്കന്മാർ കടന്നു വന്ന് ഇസ്രായേലിനെ യുദ്ധം ചെയ്ത് കീഴടക്കി. വടക്കേ രാജ്യമായി ഇസ്രായേലിനെ യുദ്ധം ചെയ്ത് കീഴടക്കി അശൂരിലേക്ക് അടിമകളായി, പ്രവാസികളായി കൊണ്ടുപോകുന്നു. അങ്ങനെ അശൂര്യ അടിമത്വം എന്ന ഒരു കാലഘട്ടം ഇസ്രായേലിൻ്റെ ജീവിതത്തിൽ വരുന്നു. അന്നും യഹൂദിയ മുന്നോട്ട് പോകുന്നുണ്ട്. യഹൂദിയയിൽ രാജാക്കന്മാർ ഭരിക്കുന്നുണ്ട്. യഹൂദിയ ഭരിച്ച രാജാക്കന്മാർ പലരും നല്ലവരായ രാജാക്കന്മാരായിരുന്നു. ദൈവവഴിയിൽ ജനത്തെ നടത്തിയതായ രാജാക്കന്മാരായിരുന്നു. എന്നാൽ ചില നാളുകൾ മുന്നോട്ട് വന്നപ്പോൾ ബാബേൽ രാജാവായ നെബൂഖദ്നേസർ രാജാവ് വന്ന് യഹൂദ്യ ആക്രമിക്കുകയും യെരുശലേം ദൈവാലയം തകർക്കുകയും
ദൈവാലയത്തിലുള്ള പൊൻപാത്രങ്ങൾ വിലപിടിപ്പുള്ളതെല്ലാം കൊള്ളയായി കൊണ്ടുപോവുകയും യഹൂദ്യ ജനത്തെ ബാബിലോണിലേക്ക് അടിമകളായി കൊണ്ടുപോവുകയും ചെയ്യുന്നു. ആ കാലയളവിലാണ് ദാനിയേൽ തുടങ്ങിയ പ്രവാചകന്മാരെയൊക്കെ നാം കാണുന്നത്. ബാബിലോന്യ അടിമത്വം എന്ന ഒരു കാലയളവ് അവരുടെ ജീവിതത്തിൽ വരുന്നു. പിന്നീട് ബാബിലോന്യ അടിമത്തത്തിൽ നിന്നും ഏതാണ്ട് 70 വർഷത്തെ അടിമത്തത്തിൽ നിന്നും ദൈവം കോരസ് രാജാവിൻ്റെ മനസ്സ് ഉണർത്തിച്ച് അവർക്ക് മടങ്ങിപ്പോകുവാനുള്ള അനുവാദം നൽകുന്നു. സെരൂബാബേലിൻ്റെ നേതൃത്വത്തിൽ ഒരു കൂട്ടം ആളുകൾ മടങ്ങി വരുന്നു. വീണ്ടും യസ്രായുടെ നേതൃത്വത്തിൽ വരുന്നു. സെരൂബാബേലിൻ്റെ നേതൃത്വത്തിൽ വന്നവർ തകർന്നു കിടന്ന ദൈവാലയം പണിയുന്നു. യസ്രായുടെ നേതൃത്വത്തിൽ വന്നു. യസ്ര മൂലം ആരാധന പുനഃസ്ഥാപിക്കപ്പെടുന്നു. വീണ്ടും അർദ്ധശ്രേഷ്ഠ രാജാവിൻ്റെ കൊട്ടാരത്തിൽ പാനപാത്രവാഹകനായിരുന്ന ഫുഡ് മിനിസ്റ്ററായിരുന്ന നെഹമ്യാവ് വരുന്നു. നെഹമ്യാവ് യെരുശലേമിൻ്റെ തകർന്നു കിടന്ന മതിലുകളെ പണിയുന്നു. അവിടെയും ആ ശുശ്രൂഷയിൽ അവർക്ക് പല പ്രതികൂലങ്ങളെ നേരിടേണ്ടി വരുന്നുണ്ട്. എന്നാൽ ദൈവം അവരോട് കൂടെയിരിക്കുന്നു. പ്രവാചകന്മാർ അവരെ ബലപ്പെടുത്തുന്നു. യെരുശലേമിൻ്റെ മതിൽ പണിയുന്നു. അതോടുകൂടെ പഴയ നിയമ ചരിത്രം അവസാനിക്കുകയാണ്. ഈ പഴയ നിയമത്തിലെ 39 പുസ്തകങ്ങളിൽ നമ്മൾ കാണുന്നത് ഈ കാര്യങ്ങളാണ്. പഴയ നിയമ പുസ്തകം അവിടെ അവസാനിക്കുന്നു. മലാഖി പ്രവാചകന്റെ കാലം എന്ന് പറയുന്നത് നെഹമ്യാവിൻ്റെ കാലമാണ്. ഹഗ്ഗായിയും മലാഖിയും ഒക്കെയാണ് ആ കാലയളവിൽ പ്രവചനം നടത്തുന്നവർ, പ്രവചിക്കുന്നവർ, പ്രവാചകന്മാർ. മലാഖിയുടെ കാലം കഴിഞ്ഞാൽ പിന്നെ നാം കാണുന്നത് മത്തായിയുടെ സുവിശേഷമാണ്. യേശുക്രിസ്തുവിൻ്റെ ജനനമാണ്. എന്നാൽ ഈ കാലയളവുടെ ഇടയിൽ ഒരു 400 വർഷമുണ്ട്. ആ 400 വർഷത്തെ ഒരു നിശബ്ദ കാലയളവും, ഒരു ഇരുളടഞ്ഞ കാലയളവ്, ദൈവം സംസാരിക്കാത്തതായ ഒരു കാലയളവ്, പ്രവാചകന്മാർ ഇല്ലാത്തതായ ഒരു കാലയളവ് നാം കാണുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ എത്രയാണ് പഴയ നിയമ ചരിത്രം. അതിൽ അശൂര്യ അടിമത്തത്തിൽ ജനം പോകുന്ന രംഗത്താണ് നാം എത്തി നിൽക്കുന്നത്. ഇതെല്ലാം വെച്ചുകൊണ്ട് നാം ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ പഠനം മാത്രമല്ല, നമുക്ക് ആത്മീയമായ ദൂതുകൾ ഇതിൽ നിന്ന് ലഭിക്കും. പഴയ നിയമം നിഴലും പുതിയ നിയമം പൊരുളുമാണ്. നമുക്ക് നമ്മുടെ ആത്മീയ ജീവിതത്തിനും നാം ശുശ്രൂഷയിലായിരിക്കുമ്പോൾ ശുശ്രൂഷകളിലുമെല്ലാം ധാരാളം ദൂതുകൾ ഈ വേദഭാഗത്തു നിന്നെല്ലാം നമുക്ക് ലഭിക്കും. നാം ചിന്തിച്ചു പോകുന്നത് ഇസ്രായേൽ ജനം അശൂരിലേക്ക് അടിമകളായി പോകുവാൻ തക്കവണ്ണം ദൈവവചനത്തിലൂടെ നാം പരിശോധിക്കുമ്പോൾ 10 കാരണങ്ങളുണ്ട്. അതിൽ 2 കാര്യങ്ങൾ നാം കഴിഞ്ഞ ചില ക്ലാസ്സുകളിൽ ചിന്തിക്കുകയുണ്ടായി. ഒന്ന്, സ്വന്തം ആലയവും ആരാധനയും. 2, ലേവ്യരല്ലാത്തവരെ പുരോഹിതന്മാരാക്കി. ലേവ്യനെക്കുറിച്ചും ലേവ്യൻ്റെ ഗുണങ്ങളെക്കുറിച്ചും ലേവ്യൻ്റെ ശുശ്രൂഷകളെക്കുറിച്ചുമെല്ലാം അല്പം വിശദമായി ആ ഭാഗത്തു നിന്നുകൊണ്ട് നാം ചിന്തിക്കുകയുണ്ടായി. എന്നാൽ ഇനിയുള്ളതായ കാര്യങ്ങൾ അതിവേഗത്തിൽ ഒന്ന് ചിന്തിച്ച് മുന്നോട്ട് പോകുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ഈ കാര്യങ്ങളെല്ലാം ഒന്ന് ഷോർട്ട് ചെയ്ത് അതിൻ്റെ എല്ലാം നോട്ട്സ് ഒരുമിച്ച് തന്നുകൊള്ളാം. മൂന്നാമത്തെ കാര്യം, 2 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായം
6 മുതൽ 8 വരെയുള്ളതായ വാക്യങ്ങൾ നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. 2 രാജാക്കന്മാർ 17-ാം അധ്യായം അതിൻ്റെ 6 മുതൽ 8 വരെയുള്ളതായ വാക്യങ്ങൾ. ഹോശേയയുടെ 9-ാം ആണ്ടിൽ അശൂർ രാജാവ് ശമരിയെ പിടിച്ച് ഇസ്രായേലിനെ ബദ്ധരാക്കി അശൂരിലേക്ക് കൊണ്ടുപോയി. ഹലഹിലും ഗോസാൻ നദീതീരത്തിലെ ഹാബോരിലും മേദ്യരുടെ പട്ടണങ്ങളിലും പാർപ്പിച്ചു. ഇസ്രായേൽ മക്കൾ തങ്ങളെ മിസ്രയീം രാജാവായ ഫറവോന്റെ കൈക്കീഴിൽ നിന്ന് വിടുവിച്ച് മിസ്രയീം ദേശത്ത് നിന്ന് പുറപ്പെടുവിച്ചു കൊണ്ടുവന്ന തങ്ങളുടെ ദൈവമായ യഹോവയോട് പാപം ചെയ്ത് അന്യദൈവങ്ങളെ ഭജിക്കുകയും യഹോവ ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞിരുന്ന ജാതികളുടെ ചട്ടങ്ങളെയും അവയെ നടപ്പാക്കിയ ഇസ്രായേൽ രാജാക്കന്മാരുടെ ചട്ടങ്ങളെയും അനുസരിച്ച് നടക്കുകയും ചെയ്തതുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു. ഇസ്രായേൽ മക്കൾ എന്താണ് അശൂരിലേക്ക് അടിമകളായി പോകുന്നു. അശൂർ രാജാവ് സമരിയെ പിടിച്ച് ഇസ്രായേലിനെ ബദ്ധരാക്കി അശൂരിലേക്ക് കൊണ്ടുപോയി. അതിന്റെ കാരണങ്ങൾ ഓരോന്നോരോന്നായി പറയുകയാണ്. അവർ യഹോവയോട് പാപം ചെയ്ത് അന്യ ദൈവങ്ങളെ ഭജിക്കുകയും. മൂന്നാമത്തെ കാര്യം, ഈ ജനം യഹോവയോട് പാപം ചെയ്ത് അന്യ ദൈവങ്ങളെ ആരാധിച്ചു. ഇസ്രായേലിന്റെ പാപങ്ങളാണ്. ദൈവത്തോട് പാപം ചെയ്ത് അന്യ ദൈവങ്ങളെ ആരാധിച്ചു. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും അന്യ ആരാധന ഉണ്ടാകരുത്. ആരാധനയ്ക്ക് യോഗ്യൻ യഹോവയായ ദൈവം മാത്രമാണ്. ഞാൻ നിന്റെ ദൈവമായ യഹോവയാകുന്നു. ഞാൻ ഒഴികെ അന്യ ദൈവങ്ങൾ നിനക്കുണ്ടാകരുത്. ദൈവത്തിന് കൽപ്പനയാണ്. മുകളിൽ ആകാശത്തിലോ കീഴേ ഭൂമിയിലോ ഭൂമിക്ക് കീഴേ വെള്ളത്തിലോ ഉള്ള യാതൊന്നിന്റെയും രൂപമോ പ്രതിമയോ ഉണ്ടാക്കുകയോ വന്ദിക്കുകയോ സേവിക്കുകയോ ചെയ്യരുത്. വിഗ്രഹാരാധന, അന്യ ദൈവ ആരാധന. ദൈവത്തെ അല്ലാതെ മറ്റൊന്നിനെയും നാം ആരാധിക്കരുത്. ആരാധ്യൻ യഹോവയായ ദൈവം മാത്രമാണ്. ദൈവത്തെ മാറ്റി നിർത്തി ആ സ്ഥാനത്ത് മറ്റൊന്നും വരാനിടയാകരുത്. വന്നു പോയാൽ ദുഷ്ടൻ വന്ന് ദുഷ്ടന്റെ അടിമകളാക്കി കൊണ്ടുപോകും. അശൂര്യ രാജാവ് കടന്നു വന്ന് ഹോശേയ രാജാവ് ഇസ്രായേലിൽ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ 9-ാം വർഷം ഹോശേയയുടെ 9-ാം ആണ്ടിൽ അശൂർ രാജാവ് ശമരിയെ പിടിച്ച് ഇസ്രായേലിനെ ബദ്ധരാക്കി അശൂരിലേക്ക് കൊണ്ടുപോയി. അടിമകളായി പോകും. ഓർക്കണം, ഒരിക്കലും ദൈവത്തെ മാറ്റിവെച്ച് ദൈവോധനത്തിന്റെ വ്യവസ്ഥയെയും മാറ്റിവെച്ച് ഒരു കൂട്ടായ്മയുടെ പുറകെ പോയാൽ, ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പുറകെ പോയാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അന്യ ദൈവത്തിന്റെ പുറകെ പോയാൽ എന്ന് പറഞ്ഞാൽ വിഗ്രഹം പറയുന്നത് ദൈവത്തെക്കാൾ അധികമായി എന്തിനെ സ്നേഹിക്കുന്നു അതാണ് വിഗ്രഹം. എന്തായാലും അതിന്റെ റിസൾട്ട് എന്തായിരിക്കും? ഇവരും അവരുടെ തലമുറകളും അടിമകളാകേണ്ടി വന്നു. അശൂര്യ രാജാവിന് അടിമകളാകേണ്ടി വന്നു. അപ്പൊ മൂന്നാമത്തെ കാരണം അവർ യഹോവയോട് പാപം ചെയ്ത് അന്യ ദേവന്മാരെ ആരാധിച്ചു. നാലാമത്തെ കാര്യം,
അതിന്റെ 17-ാം അധ്യായം വായിച്ചത് തന്നെ 8-ാം വാക്യം. യഹോവ ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞിരുന്ന ജാതികളുടെ ചട്ടങ്ങളെയും അവയെ നടപ്പാക്കിയ ഇസ്രായേൽ രാജാക്കന്മാരുടെ ചട്ടങ്ങളെയും അനുസരിച്ച് നടക്കുകയും ചെയ്തതുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു. അവർ ജാതികളുടെ ചട്ടങ്ങളെ അനുസരിച്ച് നടന്നു. അടുത്ത കാരണം അതാണ്. അവർ ജാതികളുടെ ചട്ടങ്ങളെ അനുസരിച്ച് നടന്നു. ഞാനും നിങ്ങളും ജാതികളുടെ ചട്ടങ്ങളെ അനുസരിച്ച് നടക്കുന്നവരാകരുത്. ഞാനും നിങ്ങൾ നടക്കേണ്ടത് ജാതികളുടെ ചട്ടങ്ങളെ അനുസരിച്ചല്ല, ദൈവജനം നടക്കേണ്ടത് യഹോവയുടെ പ്രമാണങ്ങളെ അനുസരിച്ചാണ്. ഓർക്കണം, ജാതികളുടെ ചട്ടങ്ങളെ അനുസരിച്ചല്ല നാം നടക്കേണ്ടത്, ദൈവജനം നടക്കേണ്ടത് യഹോവയുടെ പ്രമാണങ്ങളെ അനുസരിച്ചാണ്. ദൈവവചനപ്രകാരം നടക്കണം. 4-ാമത്തെ കാര്യം അതാണ്. അവർ ജാതികളുടെ ചട്ടങ്ങളെ അനുസരിച്ച് നടന്നു. 5-ാമത്തെ കാര്യം 17-ാം അധ്യായം 2 രാജാക്കന്മാർ 17-9. ഇസ്രായേൽ മക്കൾ തങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് വിരോധമായി കൊള്ളരുതാത്ത കാര്യങ്ങളെ രഹസ്യമായി ചെയ്തു. കൊള്ളരുതാത്ത കാര്യങ്ങളെ കൊള്ളരുതാത്ത കാര്യങ്ങളെ രഹസ്യമായി ചെയ്തു. വാക്കിൽ പറഞ്ഞാൽ അവരുടെ രഹസ്യ ജീവിതം വിശുദ്ധമായിരുന്നില്ല. നോക്കണം, അടിമകളായി പോകുവാനുള്ളതായ കാരണങ്ങളാണ്. ശത്രുവിൻ്റെ അടിമകളായി ദൈവജനം മാറുന്ന കാരണങ്ങളാണ്. കൊള്ളരുതാത്ത കാര്യങ്ങളെ രഹസ്യമായി ചെയ്തു. രഹസ്യ ജീവിതം വിശുദ്ധമായിരുന്നില്ല. മറ്റുള്ളവരാരും അറിയുന്നില്ല. എന്താ നടന്നെന്നറിയാൻ പാടില്ല, എന്താ സംഭവിച്ചെന്നറിയാൻ പാടില്ല. രഹസ്യമായി കൂട്ടായ്മയ്ക്ക് വരുന്നുണ്ട്, സുവിശേഷ വേല ചെയ്യുന്നുണ്ട്, ഞാൻ മാറിയെന്നുണ്ടല്ല വാക്കുകളെ പറയുന്നത്. നാമെല്ലാം ഈ ഭൂമിയിൽ പച്ച മനുഷ്യരായി ജീവിക്കുന്നു. ഈ ലോകത്തിൽ പച്ച മനുഷ്യരായി ജീവിക്കുന്നു. നമ്മളെ മറ്റുള്ളവർ കാണുന്ന ഒരു ജീവിതത്തിൻ്റെ രംഗമുണ്ട്. മറ്റാരും കാണാത്ത, മറ്റാരും അറിയാത്ത ജീവിതത്തിൻ്റെ മേഖലകളുണ്ട്. എന്നാൽ ഈ ജനം കൊള്ളരുതാത്ത കാര്യങ്ങളെ രഹസ്യമായി ചെയ്തത് കണ്ട ഒരു ദൈവമുണ്ട്. അശൂർ രാജാവ് വന്നു, അവരെ പിടിച്ചു കെട്ടിക്കൊണ്ടുപോയി. ഗൗരവമായി നാം ചിന്തിക്കേണ്ടതായ ഒരു കാര്യമാണ്. നമ്മുടെ രഹസ്യ ജീവിതം വിശുദ്ധമായി കാത്തു സൂക്ഷിക്കുവാൻ നാം ഓരോരുത്തരും ഗൗരവത്തോടെ ശ്രദ്ധിക്കേണ്ടവരാണ്, നാം കടപ്പെട്ടവരാണ്. 5-ാമത്തെ കാര്യം, രഹസ്യ ജീവിതം വിശുദ്ധമായിരുന്നില്ല. 6-ാമത്തെ കാര്യം 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. 2 രാജാക്കന്മാർ 17-10 മുതൽ 12 വരെ. അവർ ഉയർന്ന കുന്നിന്മേലൊക്കെയും പച്ചവൃക്ഷത്തിൻ കീഴിലൊക്കെയും വിഗ്രഹസ്തംഭങ്ങളും അശേര പ്രതിഷ്ഠകളും സ്ഥാപിച്ചു. യഹോവ തങ്ങളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞിരുന്ന ജാതികളെ പോലെ അവർ സകല പൂജാഗിരികളിലും ധൂപം കാട്ടി യഹോവയെ കോപിപ്പിപ്പാൻ തക്കവണ്ണം ദോഷമായുള്ള കാര്യങ്ങളെ പ്രവർത്തിച്ചു. ഈ കാര്യം ചെയ്യരുത് എന്ന് യഹോവ അവരോട് വിലക്കിയിരുന്ന വിഗ്രഹങ്ങളെ അവർ ചെന്ന് സേവിച്ചു. അവർ പൂജാഗിരികളുടെ പിറകെ പോയി. പൂജാഗിരികൾ പണിതു. ഉയർന്ന കുന്നിന്മേലൊക്കെയും പച്ചവൃക്ഷത്തിനു കീഴൊക്കെയും വിഗ്രഹസ്തംഭങ്ങളും അശേര പ്രതിഷ്ഠകളും സ്ഥാപിച്ചു. പൂജാരികളെ പണിതു, പൂജാഗിരികളുടെ പിറകെ പോയി. അതാണ് 6-ാമത്തെ കാര്യം. പൂജാഗിരികളുടെ പിറകെ
പോയി. ഈ പൂജാഗിരി എന്ന് പറയുന്നത് എബ്രായ ഭാഷയിൽ ബാമ എന്നറിയപ്പെടുന്ന സ്ഥലങ്ങളാണ് പൂജാഗിരികൾ എന്ന് പറഞ്ഞാൽ. ഈ ബാമ എന്ന് പറയുന്നത് മനുഷ്യനുണ്ടാക്കുന്ന കൃത്രിമ കുന്നുകളാണ്. ഉയർന്ന മലകൾ, മനുഷ്യനുണ്ടാക്കുന്ന കൃത്രിമ കുന്നുകൾ. ദിവ്യ ദർശനങ്ങൾ സവിശേഷമായി ലഭിക്കുന്നതായ സ്ഥലം, അവിടെ ദേവാരാധനയ്ക്കായി യാഗപീഠവും കൽത്തൂണും ഒക്കെ ഉള്ളതായ സ്ഥലം, അവിടെ ദേവന്മാർ പ്രത്യക്ഷപ്പെടുമെന്ന് കരുതുന്നതായ സ്ഥലം, ഇങ്ങനെയുള്ളതായ സ്ഥലങ്ങൾക്കൊക്കെയാണ് എബ്രായ ഭാഷയിൽ ബാമ എന്ന് ഉപയോഗിക്കുന്നത്. അതാണ് പൂജാഗിരികൾ. ഓർക്കണം, ഒരിക്കലും പൂജാഗിരികളുടെ പുറകെ പോകരുത്. ഒരു സ്ഥലത്തിന് പ്രത്യേകമായ ഏതെങ്കിലും പ്രാധാന്യം കൊടുത്ത്, അല്ലെങ്കിൽ അങ്ങനെ അവിടെ എന്തോ പ്രത്യക്ഷപ്പെട്ടു, അപ്പം ആ സ്ഥലത്തിനൊരു പ്രത്യേകത, അതൊരു പൂജാഗിരിയാണ്. അവിടെ പോയാൽ എന്തോ ഒരു പ്രത്യേകത, ഏതെങ്കിലും സ്ഥലത്തിന് നാം ഓർക്കണം, ദൈവം നമ്മളോട് ഇടപെടും. ദൈവം നമ്മളോട് ഇടപെടും, സത്യമാണ്. എന്നാൽ അവിടെ പോയാലേ ദൈവം ഇടപെടുന്നില്ല, ഏതെങ്കിലും ഒരു സ്ഥലത്തിന്. അപ്പോൾ ഈ ബാമ എന്ന ഇബ്രായ പദം, അതിൻ്റെ അർത്ഥം നാം ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, മനുഷ്യനുണ്ടാക്കുന്ന കൃത്രിമ കുന്നുകൾ, ഗിരികൾ. ദിവ്യ ദർശനങ്ങൾ സവിശേഷമായി ലഭിച്ച സ്ഥലം, ദേവാരാധനയ്ക്കായി യാഗപീഠവും കൽത്തൂണുകളും ഒക്കെ ഉള്ളതായ സ്ഥലം, അവിടെ ദേവന്മാർ പ്രത്യക്ഷപ്പെടും എന്ന് കരുതുന്നതായ സ്ഥലം. ഇതെല്ലാമാണ് പൂജാഗിരികൾ എന്ന് പറയുന്നത്. ഇസ്രായേൽ ജനം അശൂരിലേക്ക് അടിമകളായി പോകുവാൻ കാരണം പൂജാഗിരികളുടെ പിറകെ അവർ പോയി. ഏഴാമത്തെ കാര്യം, 2 രാജാക്കന്മാർ 17-ാം അധ്യായം 13-ഉം 14-ഉം വാക്യങ്ങൾ. എന്നാൽ യഹോവ സകല പ്രവാചകന്മാരും ദർശകന്മാരും മുഖാന്തരം ഇസ്രായേലിനോടും യഹൂദയോടും, നിങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ട് ഞാൻ നിങ്ങളുടെ പിതാക്കന്മാരോട് കൽപ്പിച്ചതും എൻ്റെ ദാസന്മാരായ പ്രവാചകന്മാർ മുഖാന്തരം നിങ്ങൾക്ക് അയച്ചു തന്നതുമായ ന്യായപ്രമാണത്തിനൊത്തവണ്ണമൊക്കെയും എൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണിച്ചു നടപ്പിൻ എന്ന് സാക്ഷീകരിച്ചു. എങ്കിലും അവർ കേൾക്കാതെ തങ്ങളുടെ ദൈവമായ യഹോവയിൽ വിശ്വസിക്കാതിരുന്ന പിതാക്കന്മാരെ പോലെ ദുശാഠ്യം കാണിച്ചു. അവൻ്റെ ചട്ടങ്ങളെയും അവരുടെ പിതാക്കന്മാരോട് അവൻ ചെയ്ത നിയമത്തെയും അവൻ അവരോട് സാക്ഷീകരിച്ച സാക്ഷ്യങ്ങളെയും നിരസിച്ചു കളഞ്ഞു. അവർ വ്യാജത്തെ പിന്തുടർന്നു വ്യർത്ഥന്മാരായി തീർന്നു. അവരെ പോലെ ആചരിക്കരുത് എന്ന് യഹോവ കൽപ്പിച്ചിരുന്ന ചുറ്റുമുള്ള ജാതികളെ തന്നെ അവർ പിന്തുടർന്നു. പ്രവാചകന്മാർ നൽകിയ ചട്ടങ്ങളും പ്രമാണങ്ങളും അവർ അനുസരിച്ചില്ല. ആ കാലയളവിൽ പ്രവാചകന്മാർ എഴുന്നേറ്റിരുന്നു, പ്രവാചകന്മാർ അവരോട് സംസാരിച്ചിരുന്നു. എന്നാൽ പ്രവാചകന്മാർ നൽകിയതായ ചട്ടങ്ങളും വിധികളും അവർ അനുസരിച്ച് നടന്നില്ല. അതാണ് നാം വായിച്ചത്. എന്നാൽ യഹോവ സകല പ്രവാചകന്മാരും ദർശകന്മാരും മുഖാന്തരം ഇസ്രായേലിനോടും യഹൂദയോടും, നിങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ട് ഞാൻ നിങ്ങളുടെ പിതാക്കന്മാരോട് കൽപ്പിച്ചതും എൻ്റെ ദാസന്മാരായ പ്രവാചകന്മാർ മുഖാന്തരം നിങ്ങൾക്ക് അയച്ചു തന്നതുമായ ന്യായപ്രമാണത്തിനൊത്തവണ്ണമൊക്കെയും എൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും പ്രമാണിച്ച് നടപ്പിനെന്ന് സാക്ഷീകരിച്ചു. എങ്കിലും അവർ കേൾക്കാതെ തങ്ങളുടെ ദൈവമായ യഹോവയിൽ വിശ്വസിക്കാതിരുന്ന പിതാക്കന്മാരെ പോലെ
ദുശാഠ്യം കാണിച്ചു. പ്രവാചക ശബ്ദത്തെ അവര് മാനിച്ചില്ല. പ്രവാചകന്മാർ നൽകിയതായ ചട്ടങ്ങളും പ്രമാണങ്ങളും അനുസരിച്ച് അവർ നടന്നില്ല. ദൈവം തൻ്റെ മക്കളിലൂടെ നൽകുന്ന വചനം അനുസരിച്ച് നടന്നില്ല എങ്കിൽ വലിയ ശിക്ഷ വരും. നാം മറന്നു കളയരുത്. എല്ലാ കാലങ്ങളിലും ദൈവം പ്രവാചകന്മാരെ എഴുന്നേൽപ്പിക്കുന്നുണ്ട്. പ്രവാചകന്മാരിലൂടെ ദൈവം ജനത്തോട് ഇടപെടുന്നുണ്ട്. ദൈവം നമ്മോട് ഇടപെടുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തെ അനുസരിക്കാതെ നാം നടന്നാൽ, പ്രവാചക ശബ്ദത്തെ കീഴ്പ്പെടാതെ നാം നടന്നാൽ ശിക്ഷ വരുമെന്ന് നാം മറക്കരുത്. ദൈവം നമ്മോട് ഇടപെടുന്നതായ സമയങ്ങൾ വിലപ്പെട്ടതായ സമയങ്ങളാണ്. ദൈവം നമ്മോട് സംസാരിക്കുന്നതായ കാലങ്ങൾ വിലപ്പെട്ടതായ കാലങ്ങളാണ്. ദൈവത്തിൻ്റെ ആലോചനയെ മറുതലിച്ച് നാം മുന്നോട്ട് പോകരുത്. ദൈവശബ്ദത്തിന് കീഴടങ്ങാതെ നാം മുന്നോട്ട് പോകരുത്. ദൈവം തരുന്നതായ മുന്നറിയിപ്പുകളെ അവഗണിച്ച് നാം മുന്നോട്ട് പോകരുത്. ദൈവം നമ്മോട് സ്നേഹമുള്ളവനാണ്. ദൈവം നമ്മോട് കരുണയുള്ളവനാണ്. പാപം വാതിൽക്കൽ കിടക്കുന്നു എന്ന് മുന്നറിയിപ്പ് തരുന്നവനാണ്. മകളെ, നീ ആ വഴിക്ക് പോകരുത് എന്ന് ഇടപെടുന്നവനാണ്. ദൈവമക്കൾ തരുന്ന സന്ദേശങ്ങളെ നാം വില കൊടുക്കാതെ മുന്നോട്ട് പോകരുത്. ദൈവം തരുന്നതായ മുന്നറിയിപ്പുകളെ നാം അവഗണിച്ച് മുന്നോട്ട് പോകരുത്. ദൈവം നമ്മോട് സംസാരിക്കുന്ന അവസരങ്ങൾ, ദൈവം നമ്മോട് ഇടപെടുന്നതായ രംഗങ്ങൾ നാം അതിനെ അവഗണിച്ച് മുന്നോട്ട് പോകാൻ ഇടവരരുത്. പ്രവാചകന്മാർ നൽകിയ ചട്ടങ്ങളും പ്രമാണങ്ങളും അവര് അനുസരിച്ചില്ല. അവര് ശിക്ഷയിലേക്ക് പോയി. അശൂരിലേക്ക് അടിമകളായി പോകേണ്ടി വന്നു. എട്ടാമത്തെ കാര്യം 17-ാം അധ്യായം 15-ാമത്തെ വാക്യം. അവന്റെ ചട്ടങ്ങളെയും അവരുടെ പിതാക്കന്മാരോട് അവൻ ചെയ്ത നിയമത്തെയും അവൻ അവരോട് സാക്ഷീകരിച്ച സാക്ഷ്യങ്ങളെയും നിരസിച്ചു കളഞ്ഞു. അവർ വ്യാജത്തെ പിന്തുടർന്നു വ്യർത്ഥന്മാരായി തീർന്നു. അവരെ പോലെ ആചരിക്കരുത് എന്ന് യഹോവ കൽപ്പിച്ചിരുന്ന ചുറ്റുമുള്ള ജാതികളെ തന്നെ അവർ പിന്തുടർന്നു. വ്യാജത്തെ പിന്തുടർന്നു വ്യർത്ഥന്മാരായി തീർന്നു. അവര് പിതാക്കന്മാരുടെ പാതയെ പിന്തുടർന്നത്, ഇല്ലേ? പാരമ്പര്യ പിന്തുടർന്നത്. അവർ പിന്തുടർന്ന പിതാക്കന്മാരാരാണ്? എൻ്റെ ചട്ടങ്ങളും വിധികളും യഹോവയിൽ വിശ്വസിക്കാതിരുന്ന പിതാക്കന്മാരെ പോലെ, ദൈവവഴിയിൽ നടക്കാതിരുന്ന പിതാക്കന്മാരെ പോലെ അവര് നടന്നു. അതാണ് 14-ാം വാക്യം അവസാനം വായിച്ചത്. അവര് വ്യാജത്തെ പിന്തുടർന്നു. വ്യാജത്തെ പിന്തുടർന്ന് വ്യർത്ഥമായി തീർന്നു. ഓർക്കണം, ഇന്ന് നാം ആയിരിക്കുന്ന ഈ തലമുറയിൽ, ഇന്ന് ക്രൈസ്തവ ലോകത്ത്, ക്രൈസ്തവ ഗോളത്തിൽ ധാരാളം വ്യാജങ്ങളുള്ളൊരു കാലയളവിലാണ് നാം ജീവിക്കുന്നത്. വ്യാജം. ക്രൈസ്തവ ഗോളത്തിൽ ഇന്ന് വ്യാജം ധാരാളമുള്ളൊരു കാലമാണ്. ഒരിക്കലും നാം വ്യാജങ്ങളെ പിന്തുടരരുത്. വ്യാജമായ കാര്യങ്ങളെ പിന്തുടരരുത്. ശരിയായ വിശ്വാസത്തിൽ നാം നിന്നുകൊള്ളണം. മറന്നുകളയരുത്. വ്യാജത്തെ നാം പിന്തുടരരുത്. നാം തെസ്സലോനിക്ക ലേഖനം വായിക്കുമ്പോൾ അന്ത്യകാല ലക്ഷണങ്ങളെക്കുറിച്ച് അപ്പോസ്തലൻ വിശ്വാസികൾക്ക് മുന്നറിയിപ്പ് കൊടുക്കുമ്പോൾ 2 തെസ്സലോനിക്ക ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം മുതൽ നമുക്കൊന്ന് വായിക്കാം. 2 തെസ്സലോനിക്കർ 2-ാം അധ്യായം 9 മുതലുള്ളതായ വാക്യങ്ങൾ. അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത നശിച്ചു പോകുന്നവർക്ക് സാത്താന്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും അനീതിയുടെ
സകല വഞ്ചനയോടും കൂടെ ആയിരിക്കും. അവർ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം സത്യത്തെ സ്നേഹിച്ചു കൈക്കൊള്ളായകയാൽ തന്നെ അങ്ങനെ ഭവിക്കും. സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്ന ഏവർക്കും ന്യായവിധി വരേണ്ടതിന് ദൈവം അവർക്ക് ഭോഷ്ക് വിശ്വസിക്കുമാറ് വ്യാജത്തിന്റെ വ്യാപാര ശക്തി അയക്കുന്നു. വ്യാജത്തിന്റെ വ്യാപാര ശക്തി അയക്കുന്നു. അന്ത്യകാലത്തെക്കുറിച്ച് പറയുന്നത്, അതിൻ്റെ ആ അധ്യായം ആരംഭിക്കുന്നത്, ഇനി സഹോദരന്മാരെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയും അവൻ്റെ അടുക്കലുള്ള നമ്മുടെ സമാഗമനവും സംബന്ധിച്ച് ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നത് ചില കാര്യങ്ങൾ അറിയിക്കുകയാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയും അവൻ്റെ അടുക്കിലേക്കുള്ളതായ നമ്മുടെ സമാഗമനവും സംബന്ധിച്ച് ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഇനി ഏറ്റവും അടുത്ത് നിറവേറാനുള്ളതായ കാര്യമെന്ന് പറയുന്നത് നമ്മുടെ കർത്താവിൻ്റെ മടങ്ങിവരവാണ്. യേശു ക്രിസ്തുവിൻ്റെ മടങ്ങിവരവ്, മധ്യാകാശ മടങ്ങിവരവ്. വിശുദ്ധന്മാർ കർത്താവിനോട് ചേർക്കപ്പെടാൻ തക്കവണ്ണം കർത്താവ് മധ്യാകാശത്ത് വരുന്ന ആ കർത്താവിൻ്റെ മടങ്ങിവരവാണ്, മധ്യാകാശ പ്രത്യക്ഷതയാണ് ഇനി നടക്കാനുള്ളത്, നിറവേറപ്പെടാനുള്ള പ്രവചനം അതാണ്. ബാക്കി എല്ലാ പ്രവചനങ്ങളും ഓരോന്നോരോന്നായി നിറവേറിക്കൊണ്ടിരിക്കുകയാണ്. അത് എപ്പോഴാണ്, എന്നാണ് എന്നൊക്കെ ചോദിച്ചപ്പോൾ അത് പിതാവല്ലാതെ പുത്രൻ പോലും അറിയുന്നില്ല എന്നാണ് ആ ഡേറ്റിനെ കുറിച്ച്, കർത്താവിന് മടങ്ങിവരവിൻ്റെ ആ ഡേറ്റിനെ കുറിച്ച് ദൈവത്തിൻ്റെ വചനത്തിൽ നാം കാണുന്നത്. എന്നാൽ അതിനു മുൻപ് നടക്കുന്ന അടയാളങ്ങളെക്കുറിച്ച് അനേക കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ ഭാഗം, ഈ അധ്യായം 2 തെസ്സലോനിക്കർ 2-ാം അധ്യായം മുഴുവനും കർത്താവിൻ്റെ പ്രത്യക്ഷതയും വിശുദ്ധന്മാർ കർത്താവിനോട് ചേരുകയും ചെയ്യുന്ന ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയും അവൻ്റെ അടുക്കലേക്കുള്ള നമ്മുടെ സമാഗമനവും സംബന്ധിച്ച് ഈ ഭൂമിയിൽ കാണുന്ന വിശ്വാസികളുടെ ഇടയിൽ സഭകളിൽ നടക്കുന്നതായ അടയാളങ്ങളെക്കുറിച്ച് ഓരോന്നോരോന്നായിട്ട് പറയുകയാണ്. അതിൽ ഞാൻ വായിച്ചതായ തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ അതിൻ്റെ 7-ാം വാക്യം ഒന്ന് വായിക്കാം. അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. ഇതുവരെ തടുക്കുന്നവൻ വഴിയിൽ നിന്ന് നീങ്ങിപ്പോക മാത്രം വേണം. അപ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെട്ടു വരും. ഇപ്പോൾ അപ്പോസ്തലൻ പറയുകയാണ്, സഭയിൽ, കൂട്ടായ്മയിൽ ദൈവമക്കളോട് പറയുകയാണ്, വിശ്വാസികൾ പറയുകയാണ്, അധർമ്മത്തിൻ്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. പക്ഷേ തടുക്കുന്നവനുണ്ട്, വെളിപ്പെടാതെ ഉടൻ തടുക്കുന്ന ഒരുവനുണ്ട്, പരിശുദ്ധാത്മാവ്. കൃപ, ദൈവകൃപ, പരിശുദ്ധാത്മാവ്. എന്നാൽ ഈ ആത്മാവ് അങ്ങ് മാറിക്കഴിയുമ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെടും. കൂട്ടായ്മയാണെങ്കിലും സഭയാണെങ്കിലും എല്ലാ രംഗങ്ങളിലും അധർമ്മത്തിൻ്റെ മർമ്മം വ്യാപരിക്കുന്നുണ്ട്. കരുതലോടെ നിൽക്കണം. ഇപ്പം നമ്മൾ കൂടിയിരിക്കുന്ന ഈ ആത്മീയ രംഗത്താണെങ്കിലും അധർമ്മത്തിൻ്റെ മർമ്മത്തിൻ്റെ വ്യാപാരമുണ്ട്. എന്നാൽ ഒരുവൻ തടുക്കുന്നത് കൊണ്ട് അധർമ്മമൂർത്തിക്ക് വെളിപ്പെടാൻ കഴിയുന്നില്ല. അധർമ്മമൂർത്തി വെളിപ്പെടുന്നില്ല, തടുക്കുന്നവനുണ്ട്. എന്നാൽ ഈ തടുക്കുന്നവൻ വഴിയിൽ നിന്നങ്ങ് മാറിക്കഴിഞ്ഞാൽ അധർമ്മമൂർത്തി വെളിപ്പെടും. അധർമ്മമൂർത്തി വെളിപ്പെടും. അതാണ് പറഞ്ഞിരിക്കുന്നത്. 9-ാം വാക്യം നാം വായിച്ച, അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത നശിച്ചു പോകുന്നവർക്ക് സാത്താൻ്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും അനീതിയുടെ സകല വഞ്ചനയോടും കൂടി ആയിരിക്കും. അധർമ്മമൂർത്തി വെളിപ്പെട്ടാൽ അടയാളങ്ങൾ നടക്കും, അത്ഭുതങ്ങൾ നടക്കും, എല്ലാം വ്യാജമാണ്. വ്യാജം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവാണ് പ്രവർത്തിക്കുന്നത് എന്നാണ് ജനങ്ങൾ കരുതുന്നത്. പക്ഷെ പ്രവർത്തിക്കുന്നത് ആരാണ്? പിശാചാണ്, അധർമ്മമൂർത്തിയാണ്. അവൻ അതിൻ്റെ രൂപത്തിലല്ല വെളിപ്പെടുന്നത്. ഈ ദുഷ്ടനായ പിശാച് അവൻ്റെ രൂപത്തിലല്ല, വ്യാജമാണ്, വ്യാജൻ. പിശാച് താനും വെളിച്ചദൂതൻ്റെ, ഈ വെളിച്ചദൂതൻ എന്ന് പറഞ്ഞാൽ നല്ല ദൂതന, ശരിയായ മാലാഖ്യ ദൂതന,
പക്ഷേ പിശാച് വെളിച്ചദൂതൻ്റെ ശരിയായ ഒരു മാലാഖിയുടെ വേഷം കിട്ടുമെന്ന്. വ്യാജം. അപ്പോൾ ഈ അധർമ്മമൂർത്തി വെളിപ്പെട്ട് കഴിഞ്ഞാൽ വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും അനീതിയുടെ സകല വഞ്ചനയോടും കൂടിയായിരിക്കും. നീതി അല്പം പോലും ലഭിക്കില്ല. അനീതിയുടെ സകല വഞ്ചനയും ഉണ്ടാകും. സകല വഞ്ചനയോടും കൂടിയായിരിക്കും. അവർ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം സത്യത്തെ സ്നേഹിച്ച് കൈക്കൊള്ളായിൽ തന്നെ അങ്ങനെ ഭവിക്കും എന്ന് പറഞ്ഞാൽ ഒരു കാര്യം, ഇതാണ് സത്യമെന്ന് അറിഞ്ഞിട്ടും ആ സത്യത്തെ സ്നേഹിച്ച് അതിനെ കൈക്കൊള്ളാത്തവർ നശിച്ചു പോകേണ്ടതിന് വേണ്ടി ഗൗരവമായി കാണേണ്ട കാര്യമാണ്. വളരെ കരുതലോടെ നിൽക്കേണ്ടതായ ഒരു കാര്യമാണ്. ഒരു കാര്യം സത്യമാണെന്ന് മനസ്സിലാക്കിയിട്ടും ആ സത്യത്തെ സ്നേഹിച്ച് സത്യത്തോട് ചേർന്ന് നിൽക്കാതെ അനീതിയിൽ രസിച്ച് സന്തോഷിച്ച് അതിൻ്റെ കൂടെ നിൽക്കുന്നവർ നശിച്ചു പോകേണ്ടതിന് നടക്കും. അവർ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം സത്യത്തെ സ്നേഹിച്ച് കൈക്കൊള്ളായാൽ തന്നെ അങ്ങനെ ഭവിക്കും. സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്ന ഏവർക്കും ന്യായവിധി വരേണ്ടതിന് ദൈവം അവർക്ക് ഭോഷ്ക് വിശ്വസിക്കുമാറ് വ്യാജത്തിൻ്റെ വ്യാപാര ശക്തി അയക്കും. നാം അതിനെ തിരിച്ചറിഞ്ഞു കൊള്ളണം. വ്യാജത്തിൻ്റെ വ്യാപാര ശക്തിയുടെ പുറകെ നാം പോകരുത്. ദൈവമാണ് പ്രവർത്തിക്കുന്നതെന്ന് തോന്നും. അത്ഭുതങ്ങളല്ല നടക്കുന്നത്, അടയാളങ്ങളല്ല നടക്കുന്നത് എന്ന് നാം ചിന്തിക്കും. എന്നാൽ ഞാനും നിങ്ങളും സത്യത്തെ സ്നേഹിച്ച് സത്യത്തെ കൈക്കൊണ്ടു നിന്നില്ല എങ്കിൽ ന്യായവിധി വരേണ്ടതിന് വ്യാജത്തിന്റെ വ്യാപാര ശക്തി അയക്കുന്ന ഒരു കാലം അശൂര്യ രാജാവ് വന്ന് അടിമകളായി കൊണ്ടുപോകുവാൻ തക്കവണ്ണം അവർ വ്യാജത്തെ പിന്തുടർന്ന് വ്യർത്ഥന്മാരായി തീർന്നു. ആകയാൽ ക്രൈസ്തവ ഗോളത്തിൽ നടക്കുന്ന വ്യാജങ്ങളെ തിരിച്ചറിഞ്ഞ് നാം അതിനെ വിട്ടകന്ന സത്യത്തോട് ചേർന്ന് നിന്നുകൊള്ളണം. അല്ല എങ്കിൽ നാം തകർന്നു പോകും, അടിമകളായി പോകേണ്ടി വരും. എട്ടാമത്തെ കാര്യം, വ്യാജത്തെ പിന്തുടർന്ന് വ്യർത്ഥരായി തീർന്നു. ഒൻപതാമത്തെ പാപം 17-ാം അധ്യായം 17-ാം വാക്യം. 2 രാജാക്കന്മാർ 17-ാം അധ്യായം 17-ാമത്തെ വാക്യം. അവർ തങ്ങളുടെ പുത്രന്മാരെയും പുത്രിമാരെയും അഗ്നിപ്രവേശം ചെയ്യിച്ച് പ്രശ്നവും ആഭിചാരവും പ്രയോഗിച്ച് യഹോവയെ കോപിപ്പിക്കേണ്ടതിന് അവൻ അനിഷ്ടമായുള്ളത് ചെയ്യുവാൻ തങ്ങളെ തന്നെ വിറ്റുകളഞ്ഞു. അവർ തങ്ങളുടെ മക്കളെ അഗ്നിപ്രവേശം ചെയ്യിച്ചു. പ്രശ്നം നോക്കി ആഭിചാരം ചെയ്തു. അവർ തങ്ങളുടെ പുത്രന്മാരെയും പുത്രിമാരെയും അഗ്നിപ്രവേശം ചെയ്യിച്ചു എന്ന് പറഞ്ഞാൽ ബലിയായി ദഹിപ്പിച്ചു. അവര് പ്രശ്നം നോക്കി ആഭിചാരം ചെയ്തു. തങ്ങളുടെ പുത്രന്മാരെയും പുത്രിമാരെയും അഗ്നിപ്രവേശം ചെയ്യിച്ചു, അഗ്നിയിൽ ബലിയായി ദഹിപ്പിച്ചു. ഓർക്കണം, അവരുടെ 9-ാമത്തെ പാപം, അവർ തങ്ങളുടെ മക്കളെ അഗ്നിപ്രവേശം ചെയ്യിച്ചു. പ്രശ്നം നോക്കി ആഭിചാരം ചെയ്തു. കർത്താവിൻ്റെ മുമ്പിൽ തിന്മയായത് ചെയ്യുവാൻ സ്വയം ഒഴിഞ്ഞു വെച്ചു. അരുതാത്തത് ചെയ്യുവാൻ തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. ദൈവജനമാണ്, പ്രവാചക ശബ്ദം കേട്ടവരാണ്, പ്രമാണം കിട്ടിയവരാണ്, ആരാധന ഉണ്ടായിരുന്നവരാണ്. എന്നാൽ അവർ തിന്മയായത് ചെയ്യുവാൻ തങ്ങളെ തന്നെ ഒഴിഞ്ഞു വെച്ചു. നമ്മുടെ ജീവിതത്തെ ഒരിക്കലും അങ്ങനെ ഉണ്ടാകരുത്. തിന്മയായത് ചെയ്യുവാൻ നമ്മെ തന്നെ ഒഴിഞ്ഞു വയ്ക്കുന്നതായൊരു അനുഭവം
നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. നമ്മുടെ ജീവിതം ക്രിസ്തുവിന് വേണ്ടി നിൽക്കേണ്ടതാണ്. നാം നമ്മെ തന്നെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കേണ്ടവരാണ്. അരുതാത്ത ഒരു കാര്യത്തിന് നമ്മുടെ ജീവിതത്തിൽ ഇടപെട കൊടുക്കരുത്. അരുതാത്തൊരു കാര്യത്തിലേക്ക് നാം നോക്കരുത്. പ്രശ്നം നോക്കുക, ആഭിചാരം ചെയ്യുക. ഓർക്കണം, ഏതെങ്കിലും ഒരു വസ്തുവിന് ദിവ്യത്വമുണ്ട് എന്ന് കരുതുന്നത് ആഭിചാരമാണ്. ഒരു വസ്തുവിൽ എന്തെങ്കിലും ഒരു ശക്തി അടങ്ങിയിരിക്കുന്നു എന്ന് കരുതുന്നത് ആഭിചാരമാണ്. ദൈവത്തിന് സ്തോത്രം. തങ്ങളുടെ മക്കളെ അഗ്നിപ്രവേശം ചെയ്യിച്ചു, ആഭിചാരം ചെയ്തു. ഒരിക്കലും നമ്മുടെ ജീവിതം ക്രിസ്തുവിന് വേണ്ടി വിട്ടുകൊടുക്കേണ്ടതായ ജീവിതമാണ്. നമ്മെ തന്നെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കേണ്ടവരാണ് നാം ഓരോരുത്തരും. നമ്മുടെ ജീവിതം കർത്താവിൻ്റെ മുമ്പിൽ തിന്മയ്ക്കായി വിട്ടുകൊടുക്കരുത്. കർത്താവിന് മുമ്പിൽ തിന്മയായത് ചെയ്യുവാൻ സ്വയം ഒഴിഞ്ഞു വെച്ചു. നാം എന്താണ് ചെയ്യേണ്ടത്? ഓരോ പ്രാവശ്യവും കൂടി വരുമ്പോഴും, ഓരോ പ്രാവശ്യവും ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോഴും നാം എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് ഇതിനെതിരായിട്ട് തിരുത്തി സമർപ്പിക്കണം. എന്ന് പറഞ്ഞാൽ, ഞാൻ ഇന്നു മുതൽ യേശുവിന് വേണ്ടി ജീവിക്കുമെന്നുള്ളതായി തീരുമാനം. റോമർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായം നാം വായിക്കുമ്പോൾ, 6-ാം അധ്യായം അതിൻ്റെ 15 മുതലുള്ളതായ വാക്യങ്ങൾ നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. അതിൻ്റെ 12-ാം വാക്യം നാം വായിക്കുന്നുണ്ട്. ആകയാൽ പാപം നിങ്ങളുടെ മർത്ത ശരീരത്തിൽ അതിൻ്റെ മോഹങ്ങളെ അനുസരിക്കുമാറ് ഇനി വാഴരുത്. 13-ാം വാക്യം ഒന്ന് വായിക്കാം. 13-ാം വാക്യം മുതൽ. നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കുകയും അരുത്. നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായും നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായും ദൈവത്തിന് സമർപ്പിച്ചുകൊള്ളുവിൻ. നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്ര അധീനരാകയാൽ പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുകയില്ലല്ലോ. എന്നാൽ എന്ത്? ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്ര അധീനരാകയാൽ നാം പാപം ചെയ്യുക എന്നോ? ഒരു നാളും അരുത്. നിങ്ങൾ ദാസന്മാരായി അനുസരിപ്പാൻ നിങ്ങളെ തന്നെ സമർപ്പിക്കുകയും നിങ്ങൾ അനുസരിച്ച് പോരുകയും ചെയ്യുന്നവന് ദാസന്മാരാകുന്നു എന്ന് അറിയുന്നില്ലയോ? ഒന്നുകിൽ മരണത്തിനായി പാപത്തിന്റെ ദാസന്മാർ, അല്ലെങ്കിൽ നീതിക്കായി അനുസരണത്തിന്റെ ദാസന്മാർ തന്നെ. എന്നാൽ നിങ്ങൾ പാപത്തിന്റെ ദാസന്മാർ ആയിരുന്നുവെങ്കിലും നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപത്തെ ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ചു നീതിക്ക് ദാസന്മാരായി തീർന്നതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ ജഡത്തിന്റെ ബലഹീനത നിമിത്തം ഞാൻ മാനുഷ്യരീതിയിൽ പറയുന്നു, നിങ്ങളുടെ അവയവങ്ങളെ അധർമ്മത്തിനായി അശുദ്ധിക്കും അധർമ്മത്തിനും അടിമകളാക്കി സമർപ്പിച്ചതുപോലെ ഇപ്പോൾ നിങ്ങളുടെ അവയവങ്ങളെ വിശുദ്ധീകരണത്തിനായി നീതിക്ക് അടിമകളാക്കി സമർപ്പിപ്പിൻ. നിങ്ങൾ പാപത്തിന്റെ ദാസന്മാരായിരുന്നപ്പോൾ നീതിയെ സംബന്ധിച്ച് സ്വതന്ത്രരായിരുന്നുവല്ലോ. നിങ്ങൾക്ക് അന്ന് എന്തൊരു ഫലമുണ്ടായിരുന്നു? ഇപ്പോൾ നിങ്ങൾക്ക് ലജ്ജ തോന്നുന്നത് തന്നെ അതിൻ്റെ അവസാനം മരണമല്ലോ. എന്നാൽ ഇപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന് ദാസന്മാരായിരിക്കിയാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണവും അതിൻ്റെ അന്തം നിത്യജീവനുമാകുന്നു. വായിച്ചപ്പോൾ തന്നെ നമുക്ക് ഗ്രഹിക്കാൻ പറ്റുന്ന വേദഭാഗമാണ്. നമ്മുടെ മാനുഷികമായ ബലഹീനത നിമിത്തം അപ്പോസ്തലൻ പറയുകയാണ്, നിങ്ങൾക്ക് പ്രമാണം കിട്ടിയവരാണ്, കൽപ്പനകൾ ലഭിച്ചവരാണ്. നിങ്ങളുടെ മർത്ത ശരീരത്തിൽ പാപം അതിൻ്റെ മോഹങ്ങളെ അനുസരിക്കുമാറ് ഇനി വാഴരുത്. നിങ്ങളുടെ അവയവങ്ങൾ അനീതിയുടെ അവയവങ്ങളായി പാപത്തിന് സമർപ്പിക്കുകയും അരുത്. നിങ്ങൾ വിശുദ്ധിക്ക് വേണ്ടി നിങ്ങളെ തന്നെ ഏൽപ്പിച്ചവരാണ്. പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്താൻ നിങ്ങൾ അനുവദിക്കാത്തവരാണ്. എങ്കിലും നിങ്ങളുടെ ജഡത്തിൻ്റെ ബലഹീനത നിമിത്തം ഞാൻ മാനുഷിക രീതിയിൽ പറയുന്നു. പിന്നെയും പറയുകയാണ്, വചനം കേട്ടവരാണ്,
തീരുമാനങ്ങളെടുത്തവരാണ് എങ്കിലും നിങ്ങളുടെ ജഡത്തിൻ്റെ ബലഹീന നിമിത്തം ഞാൻ മാനുഷിക രീതിയിൽ പിന്നെ നിങ്ങളോട് പറയുകയാണ്, നിങ്ങളുടെ അവയവങ്ങളെ അധർമ്മത്തിനായി അശുദ്ധിക്കും അധർമ്മത്തിനും അടിമകളാക്കി സമർപ്പിച്ചതുപോലെ ഇപ്പോൾ നിങ്ങളുടെ അവയവങ്ങളെ വിശുദ്ധീകരണത്തിനായി നീതിക്ക് അടിമകളായി സമർപ്പിപ്പീൻ. ഇപ്പോൾ ഒന്നുകൂടെ സമർപ്പിക്കാൻ പറയുകയാണ്, ഒന്നുകൂടെ തീരുമാനിക്കാൻ പറയുകയാണ്, ഓരോ ദിവസവും സമർപ്പിക്കാൻ പറയുകയാണ്, ഓരോ ദിവസവും തീരുമാനിക്കാൻ പറയുകയാണ്, ഓരോ ദിവസവും കഴുകലിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുക. അതിൻ്റെ ഫലം വിശുദ്ധീകരണമാണ്. നാം ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ വിശുദ്ധീകരണം കിട്ടുന്നു. അങ്ങനെ വിശുദ്ധീകരണത്തിൽ നിന്നാൽ അതിൻ്റെ അന്തം നിത്യജീവനാണ്. ഞാൻ നിങ്ങളും അടിമകളായി പോകരുത്, ദുഷ്ടൻ അടിമകളായി പോകരുത്. ഓരോ ദിവസവും ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിച്ച് വിശുദ്ധരായി മുന്നോട്ട് പോകുവാൻ നാം അധികം ശ്രദ്ധിക്കണം. ദൈവത്തിന് സ്തോത്രം. വീണ്ടും പത്താമത്തെ കാര്യം അതിൻ്റെ 18-ാം അധ്യായം, 2 രാജാക്കന്മാർ 18-ാം അധ്യായം അതിൻ്റെ 12ഉം 13ഉം വാക്യങ്ങൾ. 2 രാജാക്കന്മാർ 18-ാം അധ്യായം 12ഉം 13ഉം വാക്യങ്ങൾ. അവർ തങ്ങളുടെ ദൈവമായ യഹോവയുടെ ശബ്ദം കേട്ടനുസരിക്കാതെ അവന്റെ നിയമവും യഹോവയുടെ ദാസനായ മോശെ കൽപ്പിച്ചതൊക്കെയും ലംഘിച്ചു കളയാൽ തന്നെ അവർ അത് കേൾക്കുകയോ അനുസരിക്കുകയോ ചെയ്തിരുന്നില്ല. യഹൂദ രാജാവായ ഹിസ്കിയാവിന്റെ 14-ാം ആണ്ടിൽ അശൂർ രാജാവായ സൻഹെരീബ് യഹൂദയിലെ ഉറപ്പുള്ള എല്ലാ പട്ടണങ്ങളുടെയും നേരെ പുറപ്പെട്ടു വന്ന് അവയെ പിടിച്ചു. അവർ മോശ മുഖാന്തരമായി കൽപ്പിച്ചതൊക്കെയും ലംഘിച്ചു. മോശ മുഖാന്തരമായി നമ്മൾ ഈ 2 രാജാക്കന്മാരുടെ പുസ്തകം 17, 18 അധ്യായങ്ങളെല്ലാം നാം വായിക്കുമ്പോൾ അധ്യായങ്ങളിലെല്ലാം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് ഈ കാര്യങ്ങളാണ്. അവർ മോശ മുഖാന്തരം കൽപ്പിച്ചതൊക്കെയും ലംഘിച്ചു. അവർ തങ്ങളുടെ ദൈവമായ യഹോവയുടെ ശബ്ദം കേട്ടനുസരിക്കാതെ അവൻ്റെ നിയമവും യഹോവയുടെ ദാസനായ മോശ കൽപ്പിച്ചതൊക്കെയും ലംഘിച്ചു കളയാൽ തന്നെ അവർ അത് കേൾക്കുകയോ അനുസരിക്കുകയോ ചെയ്തിരുന്നില്ല. യഹൂദ രാജാവായ ഹിസ്കിയാവിൻ്റെ 14-ാം ആണ്ടിൽ അശൂർ രാജാവായ സൻഹെരീബ് യഹൂദിയിലെ ഉറപ്പുള്ള എല്ലാ പട്ടണങ്ങളുടെയും നേരെ പുറപ്പെട്ടു വന്ന് അവയെ പിടിച്ചു. സൻഹെരീബ് വന്ന് അവയെ പിടിച്ചുകൊണ്ടുപോയി, പട്ടണങ്ങളെല്ലാം തകർത്തു. അവർ മോശ മുഖാന്തരമായി കൽപ്പിച്ചതൊക്കെയും ലംഘിച്ചു. ഇങ്ങനെ 10 കാരണങ്ങളാൽ ഇസ്രായേൽ രാജ്യം അശൂരിലേക്ക് അടിമകളായി പോകുവാനിടയായി. 1, സ്വന്തം ആലയവും ആരാധനയും ഒരിക്കലും വരാൻ പാടില്ല. സ്വന്തം ആരാധനയും സ്വന്തം ആലയവും ആരാധനയും. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കും എന്ന് പറയുന്നവരുണ്ട്. എന്താ വിശ്വാസം? എനിക്ക് തോന്നുന്നതൊക്കെ വിശ്വസിച്ച് കഴിഞ്ഞാൽ രക്ഷിക്കാൻ കഴിയുകയില്ല. സ്വന്തം ഒരു വിശ്വാസം, സ്വന്തം ഒരു അഭിപ്രായം ഇല്ല. ഞാനും നിങ്ങളും ദൈവവചനത്തിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകേണ്ടവരാണ്. എൻ്റെ വിശ്വാസമല്ല എന്നെ രക്ഷിക്കുന്നത്, ഞാൻ ഈ വചനത്തിൽ വിശ്വസിക്കുമ്പോഴാണ് എനിക്ക് രക്ഷ കിട്ടുന്നത്. യേശുവിൽ വിശ്വസിക്കുമ്പോഴാണ് രക്ഷ കിട്ടുന്നത്. അല്ലാതെ ഞാൻ വിശ്വസിക്കുന്ന കാര്യങ്ങളെല്ലാം എന്നെ രക്ഷിക്കുന്നതല്ല. സ്വന്തം ആലയവും ആരാധനയും, സ്വന്തമായി വിശ്വാസങ്ങൾ വരഞ്ഞുണ്ടാക്കരുത്. 2, ലേവ്യരല്ലാത്തവരെ പുരോഹിതന്മാരാക്കി. 3, അവർ യഹോവയോട് പാപം ചെയ്ത് അന്യ ദേവന്മാരെ ആരാധിച്ചു. ഞാൻ നോട്ട്സ് തന്നുകൊള്ളാം. 4, അവർ ജാതികളുടെ ചട്ടങ്ങളെ അനുസരിച്ച്
നടന്നു. 5, രഹസ്യ ജീവിതം വിശുദ്ധമായിരുന്നില്ല. ഞാനിത് ഒന്നുകൂടെ പറയുന്നത് നമ്മളൊക്കെ ഒന്ന് പരിശോധിക്കാനാണ്, നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് നോക്കാനാണ്. 6, പൂജാഗിരികളുടെ പിറകെ പോയി. 7, പ്രവാചകന്മാർ നൽകിയ ചട്ടങ്ങളും പ്രമാണങ്ങളും അനുസരിച്ചില്ല. 8, വ്യാജത്തെ പിന്തുടർന്ന വ്യർത്ഥന്മാരായി തീർന്നു. 9, അവർ തങ്ങളുടെ മക്കളെ അഗ്നിപ്രവേശം ചെയ്യിച്ചു, ബലിയായി ദഹിപ്പിച്ചു, പ്രശ്നം നോക്കി ആഭിചാരം ചെയ്തു. 10, അവർ മോശ മുഖാന്തരമായി കൽപ്പിച്ചതൊക്കെയും ലംഘിച്ചു. ദൈവം നമുക്ക് വചനം തന്നിട്ടുണ്ട്, നാം വചനം അനുസരിച്ച് നടക്കുന്നവരാകണം. കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് ലഭിച്ചതായ ആത്മാവിൻ്റെ ആലോചനകളുണ്ട്, അതിനെല്ലാം വിട്ടുമാറിപ്പോകാനല്ല, അതെല്ലാം അനുസരിച്ച് നടക്കുന്നവരാകണം. ഈ 10 കാരണങ്ങളാൽ ഇസ്രായേൽ രാജ്യം അശൂരിലേക്ക് അടിമകളായി പോകുവാനിടയായി. നമ്മുടെ തലകളെ വണക്കാം, നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. കർത്താവേ, ഞങ്ങൾ നിന്റെ വകയാണ്. ശാന്തമായി നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കാം. അവിടെ നിന്നാണ് ഞങ്ങളെ വിളിച്ചു വേർതിരിച്ചത്, അവിടെ നിന്നാണ് ഞങ്ങളെ പുറപ്പെടുവിച്ചത്, അവിടെ നിന്നാണ് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നത്. അവിടെ ഞങ്ങൾക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്ന ദൈവമാണ്. ഞങ്ങൾ അനുഭവിക്കുന്നവരാണ് കർത്താവേ. എന്നാൽ ഒരിക്കലും ഞങ്ങളാരും ഞങ്ങളുടെ വഴികളിലേക്ക് തിരിഞ്ഞു പോകാനല്ല, ഞങ്ങളാരും താങ്കളുടെ വഴിക്ക് പോകാനല്ല, ഞങ്ങളെ വിളിച്ചവന്റെ പിന്നാലെ പിൻപറ്റുവാൻ. കർത്താവേ, ഞങ്ങളിൽ കണ്ണുവച്ചിരിക്കുന്ന ദുഷ്ടനുണ്ട്, സൻഹരീവുണ്ട് എന്ന് ഞങ്ങൾ അറിയുന്നു. കർത്താവേ, ഞങ്ങളെ കണ്ണുവച്ചിരിക്കുന്ന അന്ധകാര ശക്തിയുണ്ട് എന്ന് ഞങ്ങൾ അറിയുന്നു. ഞങ്ങൾ ഒരിക്കലും ഇനി ഇരുട്ടിന് അടിമപ്പെടാനുള്ളവരല്ല. നീ ഞങ്ങളെ വിളിച്ചു വെളിച്ചമാക്കി. ഇനിയുള്ള കാലം വെളിച്ചത്തിനുള്ളവരായി നിൽക്കുവാൻ, ഞങ്ങളിലുള്ള വെളിച്ചം ഇരുളായി മാറാതെ സൂക്ഷിക്കുവാൻ അവിടുന്ന് ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ തലമുറകളും ദുഷ്ടനടിമകളായി പോകാനല്ല, ദൈവാലയത്തിൽ ആരാധനയിൽ നിൽക്കുവാൻ, ദൈവജനമായി ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ, ദൈവത്തെ ആരാധിക്കുന്നവരായി നിൽക്കുവാൻ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നവരായി നിൽക്കുവാൻ, ശരിയായ ആത്മീയത്തിന്റെ വെളിച്ചത്തിൽ നിൽക്കുവാൻ, ദൈവവേലക്കാരായി നിൽക്കുവാൻ, ആത്മാക്കളെ നേടുന്നവരായി നിൽക്കുവാൻ, ശരിയായ ഉണർവ് അനുഭവിക്കുന്നവരായി, ഉണർവ് പകർന്നു കൊടുക്കുന്നവരായി നിൽക്കുവാൻ, അനേക ദേശങ്ങൾ ഉണരുവാൻ, അനേക കുടുംബങ്ങൾ ഉണരുവാൻ, അനേക വ്യക്തികൾ ഉണരുവാൻ, കർത്താവിന് വേണ്ടി നിൽക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ രോഗികളോട് കരുണ കാണിക്കണമേ കർത്താവേ. ഭാരങ്ങളിലായിരിക്കുന്നവർക്ക് ആശ്വാസം നൽകണമേ. ഞങ്ങളെല്ലാവരെയും കാത്തുകൊള്ളണമേ. യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ.